ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് പ്ലസ് മലയാളം. സോ നമ്മുടെ സീസൺ 7 ഡേ 25 റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഒരു ഇങ്ങനെ സ്ലോ ആയിട്ട് പോയ ഒരു എപ്പിസോഡായിരുന്നു. മെയിൻ എന്ന് പറയുന്നത് നെവിൻ തിരിച്ചു വന്നു. അതൊരു വലിയൊരു എൻട്രി ഒന്നും അല്ലായിരുന്നു, ഒരു എൻട്രി. അപ്പൊ അതുതന്നെ രണ്ടാമത്തെ തന്നെ മെയിൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ, പിന്നെ ഉള്ളത് നമ്മുടെ ജയിൽ ടാസ്ക്. ഇതായിരുന്നു മെയിൻ ആയിട്ട് ഇന്ന് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഡാൻസിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം തന്നെ അനുവും ആര്യയും തമ്മിലുള്ള ഒരു ക്ലാഷ് കാണിച്ചുകൊണ്ടാണ്. അതായത് അനുവിന്റെ ബോഡി വാഷ് ആണ് ആര്യ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് തലേദിവസം തൊട്ടേ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ബാക്കി പത്രമായിട്ട് അനുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോതൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ അനുവിന്റെ മറ്റേ സുരക്ഷിതമായ സംസാരം വിളികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം. പിന്നെ അതിന്റെ ഇടയ്ക്ക് ജിസേലിനെ വിളിക്കുന്നുണ്ട്. ജിസേല് ചപ്പാത്തിക്കളിന്ന് വിളിക്കുന്നുണ്ട്. തിരിച്ചും മറ്റേ അനുവാണെന്നുണ്ടെങ്കിൽ തിരിച്ചതേപോലെ അല്ലേ പറയുന്നുണ്ട്, നീ കള്ളിയാണ്, മലയാള പ്രേക്ഷകരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിന്നെ അങ്ങനെ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനു എന്തൊക്കെ പറയുന്നുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് അനു ഒരു ഡോളിനെ കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. എനിക്കറിഞ്ഞിട്ട് 10-30 വയസ്സായി ഡോളൊക്കെ ഒരു മര്യാദ ഇല്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്കറിയുന്നുണ്ട് ആൾക്കാരൊക്കെ എങ്ങനെ എടുക്കുമെന്ന്. ഇത്രയും ഡോളൊക്കെ ഓക്കെയാണ്, പക്ഷെ ഇതൊരു പരിധി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്തോ പോലെ തോന്നും. ഇത്രയും വയസ്സായുള്ള ഒരാളല്ലേ, കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. അപ്പൊ ആ ഡോളിനാണെന്നുണ്ടെങ്കിൽ ആരും പഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് അനുവാണെന്നുണ്ടെങ്കിൽ ആര്യനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രാകുന്നുണ്ട്. നീ കണ്ടോ, നീ മേടിച്ചു, നീ അനുഭവിക്കും, പെൺകോന്തനാണ്, പെണ്ണാളനാണ്, പിന്നെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ കുറെ പറഞ്ഞിട്ട് അനു ആര്യനെ പറയുന്നുണ്ട്. പിന്നെ റെനയും അനു കൂടെ എന്തൊക്കെ പറഞ്ഞപ്പോ റെനെ ഒരു ചൈനീസ് തെറി ഏതാണ്ട് വിളിക്കുന്നുണ്ട്. അത് ആ വഴിക്കിടെ പോകുന്നുണ്ട്. എന്തിനാണോ അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിന്റെ ആവശ്യമില്ല, അങ്ങനെ തെറിയൊന്നും വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസ് എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾക്കായിട്ട് ഒരു അതിഥിയാണ് വേണ്ടിട്ട് വരും. അപ്പൊ ഒരു സ്വാഗതഗാനം ഒക്കെ വെച്ചിട്ട് അതിഥിയാണെന്നുണ്ടെങ്കിൽ അകത്തെ കാണിക്കണം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ നിന്നിട്ട് മറ്റേ താന്തിനന്ദന തന്താനി ആ പാടുണ്ടല്ലോ, അപ്പൊ അങ്ങനെ അത് പാടി സ്പൈക്കുട്ടനാണ് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത്. അക്ബർ മറ്റേ സ്പൈക്കുട്ടനെ വെച്ചിട്ട് മൈജിയുടെ വെച്ചിട്ട് ഒരു പാട്ടാണ്, നല്ല രസമാണ്. അക്ബറിന്റെ പൊതുവെ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ശുചിത്വം പരിശോധിക്കാൻ വേണ്ടിയാണ് സ്പൈക്കുട്ടൻ വന്നിരിക്കുന്നത്. അപ്പൊ സ്പൈക്കുട്ടന് ഓരോരുന്ന് കിച്ചണ്, ബെഡ്റൂം, അതുപോലെ തന്നെ പൗഡർ റൂം എല്ലായിടത്തും പോയി എങ്ങനെ ശുചിത്വം എങ്ങനെ ഉണ്ടെന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ നെവിൻ ആണെന്നുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിലേക്ക് വരുന്നുണ്ട്. കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് ചോദിക്കുന്ന നെവിൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നത്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര മിസ്സിംഗ് ഫീലിംഗ് ആണ്. ഞാനാണെങ്കിൽ പോകണമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിപ്പോയി, പക്ഷെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത് എത്ര വാല്യബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ചെയ്തത് വളരെ മിസ്റ്റേക്ക് ആണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കയറാൻ ഒരു അവസരം കിട്ടണമെന്ന് അത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോം. ഞാൻ ഇനിയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കും. ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടിയാണ് വന്നത്, പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കും. ഞാൻ ഇതിൽ ഇറങ്ങിപ്പോയതിൽ എന്നെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട്, ശരി, നീ നമ്മുടെ പറയുന്ന സമയം നിങ്ങൾ അറിയിപ്പ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അകത്ത് കയറാന്ന് പറയാം. ഈ സമയം സ്പൈക്കുട്ടൻ മറ്റേ എല്ലായിടത്തും ക്ലീൻ ഒക്കെ നോക്കിയിട്ട് തിരിച്ച് കൺഫെഷൻ റൂമിൽ ഇവരെല്ലാരും കൂടെ സ്പൈക്കുട്ടനെ കൊണ്ട് വരുന്നുണ്ട്. ആദ്യത്തോട്ട് കയറി കഴിയുമ്പോൾ നെവിനെ പിടിക്കും. അപ്പൊ എല്ലാവരും വന്ന് നെവിനെ എല്ലാവരും കാണുന്നു. അപ്പൊ എന്നിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നെവിൻ അപ്പൊ ആദിലയും നൂറയും അനുമോടെ മാറി കണ്ടിരിക്കുക. നെവിൻ പോയിട്ട് ആദിലയും നൂറയെ കെട്ടിപ്പിടിക്കുന്നു, അനുമോളെ കെട്ടിപ്പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ അങ്ങനെ മാറി എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, നമ്മളെ ആലോചന ചോദിക്കുന്നുണ്ട്, നമ്മളെ അവൻ കൊല്ലുകൂടി അന്നേരം ആദിലയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, അവനാണെങ്കിൽ വാക്ക് പറഞ്ഞിട്ട് ആ വഴിക്ക് പോയില്ലല്ലോ, അപ്പം നമ്മൾ ഒരു പ്രാവശ്യമല്ലേ ചാവാൻ പറ്റത്തുള്ളൂ, മൾട്ടിപ്പിൾ പ്രാവശ്യം ചാകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ നെവിനാണെങ്കിൽ കിച്ചൺ ടീമിന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ ആരും പറയുന്നുണ്ട്, ഞാൻ ലെഗസി കീപ്പ് ചെയ്ത് അനുമോളുടെ എന്തോ കിറ്റ് എടുത്തിട്ടുണ്ട്, അതെടുത്ത് വലിച്ചെറിഞ്ഞ് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആരെയാണെന്നുണ്ടെങ്കിൽ നെവിനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെവിൻ വന്നിട്ട് ബിഗ് ബോസിനോട് താങ്ക് യു പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടി ഇനി കളിക്കും, ഞാൻ ജീവിതകാലം മുഴുവൻ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവന് മറ്റേ അതിൽ റിഗ്രറ്റ് ചെയ്തേനുമായിരുന്നു, പക്ഷെ ഞാൻ കളിക്കും. ഒന്നുകിൽ ഡയമണ്ട് നെക്ലേസ് അല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കപ്പ്, ഇത് രണ്ടുമെങ്കിലും ഏതെങ്കിലുമായിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നെവിൻ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അക്ബറും അപ്പാനിയും മറ്റേ അവിടെ നിന്ന് ലൈവ് കമന്ററി പറയുന്നത്, അതായത് ഷാനവാസിന്റെ മോതിരം നെവിൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഷാനവാസിന്റെ മോതിരം വാട്ടം ഉണ്ടെന്നോ വെട്ടമില്ലെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശൈത്യയെ കുറിച്ച് അപ്പൊ അപ്പാന് പറയുന്നുണ്ട്, ശൈത്യ കുറച്ച് ജൈവനമാണെന്ന് തോന്നുന്നു. അപ്പൊ അക്ബർ ഇവിടെയുള്ള ആരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് ആകെ വിശ്വാസം നിന്നെ മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ അപ്പാന് പറയുന്നത്, എടാ നീയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കളിക്കുവാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്കെതിരായി കളിക്കാവൂന്ന് അക്ബറിനോട് ഷാപ്പാന് പറയുന്നുണ്ട്. പിന്നെ നെവിനും അപ്പാനിയും അക്ബറും കൂടെ ബിന്നിയുണ്ട്, അവരെല്ലാം കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമോ മറ്റേ അന്നത്തെ നെവിനെ പറഞ്ഞു പോവാനുള്ള എന്റെ ഒരു കാര്യത്തെ പറ്റി. അപ്പൊ അന്നേരം അന്നേരം പറയാം, അതായത് ആദില നൂറ് അവരുടെ കളി കളിച്ചു, ഞാൻ എന്റെ ഗെയിം കളിച്ചു,
അപ്പൊ ഇവര് പിന്നെ പൈ എടുത്തിരുന്നുണ്ട് നീ കപ്പിൾസിനെ പിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ പറഞ്ഞു അത് തമാശയൊക്കെ അത് ഞാനും കേട്ടിട്ടുണ്ട്, ലൈവിൽ തന്നെ കേട്ടുള്ളത്. അത് പുള്ളിയാണ് തമാശയായിട്ട് ജിസേലിന്റെ അടുത്ത് പറഞ്ഞു, ജിസേലും ഒനീലിനും നോക്കുന്നു പറഞ്ഞപ്പോ അന്ന് നെവിൻ ഇങ്ങനെ തമാശയായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ആദ്യം ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കപ്പിളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിരിക്കാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു തമാശയായിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അത് തന്നെയാണ് നെവിൻ പറഞ്ഞത്, അത് തമാശക്ക് പറഞ്ഞതാണ്. അതെന്താ അത് മറ്റേ അന്നേരം എന്തെങ്കിലും പറയാൻ വേണ്ടി ഒരു കാരണമായിട്ട് എടുത്തിട്ടാണെന്ന് പറഞ്ഞിട്ട് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബറിന്റെ പാട്ട് അനുമോളെ കളിയാക്കിക്കൊണ്ട് മറ്റേ സന്തോഷം പോയല്ലോ അനുമോളെ അതിലെ നൂറയൊക്കെ അതിൽ വെച്ചിട്ട് കളിയാക്കിയ ഒരു പാട്ടൊക്കെ അക്ബർ പാടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷും അതിനിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് അനീഷ് പറയുന്നത് ഞാൻ എന്റെ ഡ്യൂട്ടി അവരുടെ കിച്ചൺ ഡ്യൂട്ടി ഉണ്ട്, ഷാനവാസും ഒക്കെ ഇവരൊരു ടീമാണ്, അപ്പൊ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലോട് പറയുന്നുണ്ട്. അതിലെ പറയുന്നത് പുള്ളി ചെയ്യുന്നില്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ലിവിംഗ് റൂമിൽ നമ്മുടെ ക്യാപ്റ്റൻസി മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് രണ്ടുപേരെ വീതം പറയുന്നുണ്ട്. അനീഷ് വന്നിട്ട് ബിന്നി നെവിൻ, ഒനിയില് നെവിന് ബിന്നി പറയുന്നുണ്ട്, അഭിലാഷ് വന്നിട്ട് നെവിന് അനീഷ്, ഷാനവാസ് വന്നിട്ട് നെവിന് റെന, ഷൈത്ത് വന്നിട്ട് നെവിൻ അഭിലാഷ്, അനു വന്നിട്ട് രേണു ഒനിയില്, ആദില വന്നിട്ട് ഒനിയില് റെന, നൂറ് വന്നിട്ട് ഒനിയില് അക്ബർ, രേണു വന്നിട്ട് ഒനിയില് അഭിലാഷ്, റെന വന്നിട്ട് ബിന്നി നെവിന്, അക്ബർ വന്നിട്ട് ബിന്നി റെന ഫാത്തിമ, ബിന്നി വന്നിട്ട് നെവിന് റെന ഫാത്തിമ, ആര് വന്നിട്ട് റെന ഫാത്തിമ ബിന്നി, ജിസേൽ വന്നിട്ട് നെവിന് റെന ഫാത്തിമ, നെവിൻ വന്നിട്ട് ബിന്നി റെന ഫാത്തിമ, അപ്പാൻ വന്നിട്ട് റെന ഫാത്തിമ ബിന്നി. അപ്പൊ ഇത്രയും പേരാണ് പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ റെന, ബിന്നി, നെവിന്. അപ്പം നെവിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വച്ഛാരണ ടാസ്കിൽ പുള്ളി ഭയങ്കര ക്യാരക്ടർ വിട്ട് കളിച്ചിട്ടില്ല, നല്ലതായിട്ട് തന്നെ കളിച്ചായിരുന്നല്ലോ. അതിനുവേണ്ടി ബിന്നിയും റെനയും പിന്നെ നമ്മുടെ ഇതിനു വേണ്ടി ആ ആക്ടിവിറ്റി ഏരിയയിൽ ഈ അടിമകൾക്ക് ഈ പോയിന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ല. അതിപ്പോ അവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തല്ലോ. അപ്പൊ അതിന്റെ പേരിലാണ് ഇവരെല്ലാം സെലക്ട് ചെയ്തത്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറയുന്നത് അനു വന്നിട്ട് മറ്റേ ഒരുമാതിരി കളിയാക്കിയിട്ട് റേനുവിനെയും ഒനിലിനെയൊക്കെ പറഞ്ഞത് കുറച്ചൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഓക്കെ ബാക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ അതിലെ നൂറ് റേണുവും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതില് റേണുവിന് ഊതിയാണോ എന്ന് അറിയത്തില്ല. റേണുവോട് ചോദിക്കുന്നുണ്ട് എന്താ ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻ ആവാൻ താല്പര്യം. അപ്പൊ റേണു പറയുന്നുണ്ട് അത് പിന്നെ ആർക്കാ ഇത് ചെയ്യാൻ താല്പര്യമില്ലാത്തത്, എനിക്ക് ചെയ്യാൻ താല്പര്യം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് അനു ശൈത്യ ഞാൻ ഒരിക്കലും ക്യാപ്റ്റൻ ആയില്ല എന്നൊക്കെ അനു പറയുന്നുണ്ട്. അനു ഇങ്ങനെ ക്യാപ്റ്റൻ, അപ്പൊ നമ്മൾ അവരാരും ക്യാപ്റ്റൻ ആക്കില്ല. അതെങ്ങനെ ക്യാപ്റ്റൻ ആകുമ്പോൾ അനു ഗെയിം ഒരു മര്യാദയ്ക്ക് നന്നായിട്ട് കളിക്കുന്നത്. ആദ്യം അനുവിന്റെ ഗെയിം എന്ന് പറയുന്നത് കരച്ചിലോ ഒന്നെങ്കിൽ പ്രാക്ക് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് അടി ഉണ്ടാക്കില്ല. ഇത് മാത്രമാണ് അനുവിന്റെ ഗെയിം. ഈ അനുവിന് ഒരു ടാസ്ക് ജയിക്കാത്ത ഒരാളെ എങ്ങനെ ക്യാപ്റ്റൻ ആക്കാൻ ഇവരെ നിർദ്ദേശിക്കും. അപ്പൊ അത് പറഞ്ഞിട്ട് അനു എന്നിട്ട് മറ്റേ ഫുൾ അനുവിന്റെ ഇത് നോക്കിയാൽ മതി, ഭയങ്കര വിഷമമുള്ള ഷോർട്സ് ഒക്കെ ഇങ്ങനെ ക്യാമറയിൽ ഒപ്പാൻ വേണ്ടിയുള്ള ഷോർട്സ് ഒക്കെ ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷൻ മൊത്തമായിട്ടൊന്നും കാണിക്കുന്നില്ല, ആരൊക്കെ ജയിലിലേക്ക് നോമിനേറ്റ് ആയെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അനീഷിന് 10 വോട്ട്, അനുമോൾക്ക് 11 വോട്ട്, അങ്ങനെ അവർ രണ്ടുപേരുമാണ് ജയിലിലേക്ക് പോകുന്നത്. ആരും പിന്നെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ആര്യനാണ് ശൈത്യനെ ഇങ്ങനെ അനുകരിക്കുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് ശൈത്യം ഇവിടുന്ന് കാണുന്നുണ്ട്. പിന്നെ അനുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്, ജിസയിൽ എന്ത് പറഞ്ഞാലും ആണുങ്ങളാണെങ്കിലും ഒന്നും പറയുന്നില്ല. അപ്പം അനുവിനാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് പിടിക്കുന്നില്ല. ജിസയിൽ പറയുന്നത് ആണുങ്ങൾ സംസാരിക്കും. അപ്പൊ ആണുങ്ങൾ ഫുള്ളൊരു മണ്ടന്മാരാണെന്നുള്ള രീതിയിലാണ് അനുവിന്റെ. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അനു ഈ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് വൃത്തിയായിട്ട് സംസാരങ്ങൾ സംസാരിച്ചിരുന്ന ആൾക്കാർക്ക് താല്പര്യം വരത്തില്ല. അപ്പൊ ജിസയിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റേ ഇത് ചെയ്ത് സൂചിപ്പിച്ച് ആർക്കും അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നുണ്ട് ആൾക്കാർക്ക് പുള്ളിക്കാരുടെ ഒരു താല്പര്യമുണ്ട്. അതിന് അനു ഇങ്ങനെ കുശിപ്പെടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അനുവാണെങ്കിലും മൈക്കില്ലാത്ത എന്തോ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ശൈത്യൊക്കെ പറയുന്നത് നീ മൈക്കിടാതെ സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അനുവാണെന്നുണ്ടെങ്കിൽ എപ്പോഴത്തെ ഷോ ഓഫ് കാണിച്ചിട്ട് അന്നേരം ശൈത്യ പറയുന്നത് നീ മൈക്ക് ഇപ്പൊ മാറ്റുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് ബിഗ് ബോസ് വിളിച്ചു വരും, അപ്പൊ നിനക്ക് നാളെക്കിടാവും. അന്നേരമാണെന്നുണ്ടെങ്കിൽ അനുവാണെങ്കിൽ അപ്പൊ അന്നേരം മൈക്കില്ലാതെ സംസാരിക്കണം. എന്നിട്ട് ആദിലൂടെ ശൈത്യമുണ്ട്. എന്നിട്ട് മൈക്കിലായി പറയാൻ വന്ന സാധനം നിങ്ങൾ 3 പേരല്ല ഒഴികെ ആർക്കും ഞാനിവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആവശ്യമില്ലാതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ആ മൈക്ക് അവിടെ ഈ ഒരു സാധനം പറയാൻ വേണ്ടി പുള്ളിക്കാരി മൈക്ക് അവിടെ വേറെ ആരും ഇല്ല. അപ്പൊ അത് ആ മൈക്ക് ഇടാതെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താ, അതായത് എന്നെ ഒന്ന് വിളിക്കണം, എന്നെ ഒന്ന് വിളിക്കുന്നതായിട്ട് കാണിക്കണം എന്നാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം. അതങ്ങനെ പോയി. പിന്നെ അപ്പാനാണെങ്കിൽ മറ്റേ ഫാദറാനൂരൊക്കെ ഫുഡ് വാരി കൊടുത്ത കഥ പറയുന്നത്. ഇപ്പൊ പുള്ളിന്ന് വാരി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം അവർക്ക് പുള്ളിന്റെ അടുത്ത് താല്പര്യമില്ലാന്ന് പറയുന്നതാണ്. ഇപ്പൊ ശരത്ത് ഇതിനാവെന്നൊക്കെയാണ് വിളിക്കുന്നതെന്നൊക്കെ അപ്പാനിയുടെ കംപ്ലൈന്റ്. പിന്നെ അപ്പാനി അക്ബർ ശൈത്യങ്ങളുടെ കിച്ചണിലേക്ക് അപ്പാനിയും അക്ബർ അപ്പുറത്തിപ്പുറത്തുണ്ട്. അതെ ഇവരാണെങ്കിൽ ഇരിക്കുന്ന ഇവരെ ട്രൗസറിന്റെ വള്ളികൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ അക്ബർ വിളിക്കുന്നത് ശൈത്യേ നിന്നെ കാണാൻ ഭയങ്കര സുന്ദരിയാണ്, നീ ദേഷ്യപ്പെടുമ്പോൾ ഭയങ്കര സൗന്ദര്യമാണ്, ദേഷ്യപ്പെടാതിരിക്കുന്നത് നല്ല സൗന്ദര്യമാണ്. അത് ഈ മറ്റേ ട്രൗസറിന്റെ വള്ളികളായിട്ടുള്ള ആരൊക്കെയാണെന്ന് നിനക്കറിയോ? അത് ഞാൻ വിടുവോ? അതിന് ശൈത്യമാണെന്ന് കുറെ എനിക്ക് പറഞ്ഞു ശൈത്യ നിൽക്കത്തില്ല. അപ്പൊ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രസം ഉണ്ടായിരുന്നു കാണാൻ.
പിന്നെ അഭിലാഷും ഷാനവാസും ഒനീലും കൂടെ മറ്റേ ആദില നൂറയും അക്ബറിന്റെ ടീമിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യും. അതായത് ഒനീലൊക്കെ പറയും നമുക്ക് ഈ ആഴ്ച ഒന്നും ഉണ്ടായിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഗ്യാങ്, അതായത് ആദില നൂറയും അനു ശൈത്യൊക്കെ ഉണ്ടല്ലോ, അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്ബറിന്റെ ടീം ഇപ്പൊ 3 ഗ്രൂപ്പാണ്. അക്ബറിന്റെ ടീമായിട്ട് ഉടക്കാം. അപ്പൊ ഈ ആഴ്ചത്തെ നോമിനേഷൻ അവരെ ഇട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടും. ഇപ്പൊ നമ്മളെ മൈൻഡ് ഇടയ്ക്കോട്ട് കുത്തിക്കയറാൻ നിന്ന് കഴിഞ്ഞിട്ട് നമ്മളെ നോമിനേഷന് വേണ്ടി ഇടേണ്ട ആവശ്യമില്ലല്ലോ, അവന്മാരവിടെ തല്ലി തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒനീലവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അക്ബറും നൂറയും അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ നൂറെ പ്രൊവോക്ക് ചെയ്തിട്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവർക്കും ഡ്രസ് കിട്ടിയില്ല, എല്ലാവരും ഹാപ്പി അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഒരു ചായ സൽക്കാരം ഉണ്ടെന്ന് പറയും. അപ്പൊ എന്നിട്ട് എല്ലാവരും പുറത്തോട്ട് ഗാർഡൻ വീട്ടിലേക്ക് ചെല്ലാൻ പറയുമ്പോൾ അവിടെ തട്ടുകടയുണ്ട്. ഒരു ചേട്ടനെ ഇങ്ങനെ തട്ടുകടയുണ്ട്, ചായ ഉണ്ട്, പരിപ്പ് ഇട പഴംപൊരി, അങ്ങനെ അങ്ങോട്ട് പുറത്തെങ്ങാണ്ട് നിന്നിരുന്ന ചേട്ടനെ പിടിച്ചിട്ട് തട്ടുകട വണ്ടിയോട് കൂടി പുറത്ത് വെച്ച് എന്തോന്നു. എന്നിട്ട് അവരെല്ലാവരും അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് അനുമോൾ അതിന്റെ ഇടയ്ക്ക് ഒരു മറ്റേ ഷോയൊക്കെ കണ്ടൊക്കെ മറ്റേ തട്ടുകട ചേട്ടന്റെ മോളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന വെള്ളത്തിലൊക്കെ കഴിക്കേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും മൈൻഡ് കഴിഞ്ഞപ്പോൾ ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നത് കണ്ടു. പിന്നെ അടുത്തുള്ള സ്പോൺസർ ടാസ്ക് ആണ് ഉജാലയുടെ ടാസ്ക്. പൂക്കളം ഇടുന്നു. മറ്റേ അതിനകത്ത് നമ്മുടെ ഉജാലയുടെ കുപ്പിയൊക്കെ വെച്ചിട്ട് പൂക്കളത്തിനകത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ 2 ടീമായിട്ട് ഇന്ന് കളിക്കുന്നത് ചെയ്യുന്നു. അങ്ങനെ ബ്ലൂ ടീം വൈറ്റ് ടീം ആയിരുന്നു. ബ്ലൂ ടീം ജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നു. നിന്റെ വെച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്നു. പിന്നെ ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷും ജയിലിലേക്ക് പോകുന്നുണ്ട്. അപ്പം അക്ബറൊക്കെ പുറത്ത് മറ്റേ പ്രൊവോക്ക് ചെയ്ത് പാട്ട് പാടുന്ന റേനെ അതിനനുസരിച്ച് ആക്ട് ഒക്കെ ചെയ്ത് അനു കരയുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര അലറി നിലവിളിച്ച് കരയുന്നൊക്കെ കാണിക്കുന്നുണ്ട്. ജയിൽ ടാസ്ക് എന്ന് പറയുന്നത് ലേലു എന്നെ തുറന്നു വിടും ബിഗ് ബോസ് എന്ന് എഴുതണം. അത് സ്റ്റിക്കി നോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്റ്റിക്കി നോട്ട് ഫുൾ അത് എഴുതണം. ഒരു സ്റ്റിക്കി നോട്ട് അറ്റ് എ ടൈമിൽ ഒട്ടിക്കാൻ പറ്റില്ല. അതായത് ഒന്ന് എഴുതുക, അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് എഴുതാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ എഴുതിയിട്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല. ഒന്ന് എഴുതി ഒട്ടിക്കുക അങ്ങനെ. ഷാനവാസ് വന്നിട്ട് അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വഴിക്ക് പോകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അനുവാണെങ്കിൽ ക്യാമറയ്ക്ക് മറ്റേ ഫോക്കസ് കിട്ടുന്ന രീതിയിലൊക്കെ ഇങ്ങനെ മുഖമൊക്കെ വെച്ചിട്ട് അതിനെ കരയുന്നുണ്ട്. എന്തിനാണോ അമ്മയും അച്ഛനെ ഇപ്പം കാണുന്നതൊക്കെ പറഞ്ഞിട്ട് കരയുന്നതൊക്കെ നമുക്ക് കുറച്ച് ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്യും. അനീഷ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഉപദേശിക്കുന്നുണ്ട്, അനുമോളെ നീ ആവശ്യമുള്ളപ്പോൾ മാത്രമേ കരയാവൂ, നീ എപ്പോഴും ഇങ്ങനെ കരയില്ലെന്നൊക്കെ നീ പിസാനൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കാം, അപ്പൊ റിഫ്രഷ് ആവുന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട്. പിന്നെ അനുമോളാണെന്നുണ്ടെങ്കിൽ ഒരു 1:30-2 മണിയായിട്ടുണ്ട്, വാഷ്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പം ബിഗ് ബോസ് വിളിച്ചിട്ട് ക്യാപ്റ്റനോട് എഴുന്നിട്ട് പോയി വാതിൽ തുറന്നു കൊടുക്കാൻ പറയുന്നുണ്ട്. അവരങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അനീഷും അനുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് അപ്പാനിയാണെന്നുണ്ടെങ്കിൽ അനുവിന്റെ കയ്യിൽ നിന്ന് അനു ഈ ഡോളും കൊണ്ടാണ് വീണ്ടും പോയിക്കുന്നത്, ഭയങ്കര ഓവറായിട്ടുള്ള ഡോള്. എന്നിട്ട് ആ ഡോൾ എടുത്തിട്ട് അപ്പാനിയാണെന്നുണ്ടെങ്കിൽ എന്തോ പറഞ്ഞിട്ട് ഇത് അപ്പാനി നമ്മളെ ഇതിനകത്ത് എപ്പിസോഡിനകത്ത് കാണിക്കാതെ അപ്പാനി എന്തെങ്കിലും പ്രൊവോക്ക് ചെയ്തോന്ന് അറിയത്തില്ല. ആ ഡോൾ എടുത്തിട്ട് അപ്പാനി എടുത്തിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അതിന് പിന്നെ അത് പോയി പിടിച്ചിട്ട് ഞാൻ ഇനിയാണെന്നുണ്ടെങ്കിൽ അനീഷേട്ടൻ വരാതെ കയറത്തില്ലെന്നോ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ലാസ്റ്റിലാണെങ്കിൽ സ്റ്റിക്കി നോട്ട് അത് കഴിഞ്ഞിട്ട് അനീഷ് വന്നു. അവർ രണ്ടുപേരും കയറി ഇവര് ജയിൽ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഫുൾ എന്നിട്ട് അവരെ കിടന്നിറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അവരെ ഫുള്ള് ഒട്ടിച്ചു വിട്ടിട്ട് അപ്പൊ അനീഷ് പറയുന്നത് മനോഹരമായി ഈ ജയിലിനകത്തുള്ള മനോഹരമായി ഞങ്ങളാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞത്. അതല്ലേ അവിടെ കിടക്കാൻ ഒരു സ്ലാൻഡിങ് ഇതുണ്ടായിരുന്നല്ലോ, അതിനകത്ത് ഫുള്ള് ഇവരിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ടാസ്ക് അവർ തീർത്തു. അപ്പൊ അങ്ങനെ മെയിൻ എപ്പിസോഡും തീർന്നു. അപ്പൊ ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.